കെനിയ എന്ന ഇരുണ്ട രാഷ്ട്രത്തിന്റെ ജീവിത കാഴ്ചകളിലൂടെയായിരുന്നു ഇതുവരെ നമ്മുടെ യാത്രകൾ. ദാരിദ്ര്യവും നിരക്ഷരതയും ദുർബല ധാർമ്മികതയുമെല്ലാം ഈ നാട്ടിലെ മാനവ ജീവിതത്തെ ഇരുളിലാഴ്ത്തുന്നുണ്ടെങ്കിലും പ്രതീക്ഷയുടെ വെളിച്ചം വീണ ആത്മീയതയുടെ ആകാശങ്ങളിലേക്ക് ഇവർ കൈകൾ ഉയർത്തുന്നുണ്ട്. എല്ലാ ഇല്ലായ്മകളെയും പൂരിപ്പിക്കുന്ന ദൈവകൃപയുടെ വിശുദ്ധ അൾത്താരയിൽ ഇവർ അർപ്പിക്കുന്ന ദിവ്യബലികളിൽ നാം അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് വ്യത്യസ്തതകളുണ്ട്, ആനന്ദ അനുഭവമുണ്ട്. അതറിയാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മിസ എന്നാണ് ഇവിടുത്തുകാർ ദിവ്യബലിയെ വിളിക്കുന്നത്. ഇന്ന് നാം കാണുന്നത് കിക്കാമ്പ ഭാഷയിലുള്ള കുർബാനയാണ്. ഓരോ പ്രദേശത്തിനും ഭാഷയ്ക്കും സംസ്കാരത്തിനുമൊത്താണ് ഇവിടെ ബലിയർപ്പണങ്ങൾ നടക്കുന്നത്. ഇവിടെ കുർബാനയ്ക്ക് ജനങ്ങൾ ഒരുപാട് നേരത്തെ വന്ന് പള്ളിയിലിരിക്കും. പണ്ട് കുർബാനയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പാട്ടിലൂടെ ആയാലും ഡാൻസിലൂടെ ആയാലും പ്രാർത്ഥിച്ചും അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് കുർബാനയ്ക്ക് ഒരുങ്ങും. അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ ബലിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഇവിടെ. ഗായക സംഘവും നർത്തക സംഘവും വചനവായനാ സംഘവും എല്ലാം തയ്യാറാവുകയാണ്. സാബത്ത് ദിവസത്തിന്റെ വിശുദ്ധ മുഹൂർത്തത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിക്കായി മനസ്സും ശരീരവും ഒരുക്കുകയാണ് ഇവർ. കിലോമീറ്ററുകൾ താണ്ടി മണിക്കൂറുകൾക്ക് മുമ്പെത്തി ഇവർ ദിവ്യബലിക്കൊരുങ്ങുമ്പോൾ മനമൊരുക്കലിന്റെ ഒരു പാഠം ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിസ്മയത്തിന്റെയും നന്ദിയുടെയും കൂദാശയായ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. ഇവിടുത്തെ മനുഷ്യർ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം വിശുദ്ധ ബലിക്കും ദൈവിക കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു. കെനിയയുടെ ആധ്യാത്മികതയിൽ വിശുദ്ധ ബലിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. തങ്ങളുടെ പാരമ്പര്യത്തിന്റെ അപാജതങ്ങളായ സംഗീതവും നൃത്തവും ആരാധനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ ബലിയും ഇവർ ഉത്സവമാക്കുന്നു. ഇരുപത് 25 30 കിലോമീറ്ററൊക്കെ താണ്ടിയിട്ട് വയസ്സായ 70 75 80 വയസ്സുള്ള അപ്പാപ്പന്മാരും അമ്മാവന്മാരൊക്കെയാണ് കുർബാനയ്ക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലോ ഇപ്പോൾ തന്നെ 1 കിലോമീറ്റർ പള്ളിക്കുള്ളൂ, ഓട്ടോറിക്ഷയിൽ കാറിൽ അങ്ങനെ പോകുന്നത്. ഇവർ കഠിനാധ്വാനമാണ്, നടന്ന് അങ്ങോട്ട്. അതൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല. പോരും വെയിലത്ത് പോലെ അവർ നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർക്ക് കൂടുതൽ ശക്തി നൽകുന്നു. എന്തിനേയും പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളാണ്. നോ പ്രോബ്ലം, എന്ത് കാര്യം വന്നാലും ഒരു പ്രശ്നമില്ല, ഒക്കെ ശരിയാവച്ചോ, ദൈവമുണ്ട്, ദൈവം കാണുന്നുണ്ട്. ആകാശ പരിസരങ്ങളിൽ വിശുദ്ധ നാമത്തിന്റെ അനുരണനങ്ങൾ ഉയർത്തുന്നവയാണ് ദേവാലയ മണിനാദങ്ങൾ. ആരംഭഗാനത്തിന്റെ സംഘസ്മൃതികൾ ഉയർന്നു തുടങ്ങി. ഗാനത്തിനൊത്ത് ചുവട് വെച്ചുകൊണ്ട് ഇവർ ഈ നിമിഷത്തിന്റെ ആഹ്ലാദത്തെ പൂർണ്ണമാക്കുന്നു. ഈണവും ചുവടുവെപ്പും എല്ലാം ഈ ബലിയിൽ മുഴുനീളയുണ്ട്. കാർമികനെ ഇവർ ആദരവോടെ എതിരേൽക്കുന്നു. ഈ മനുഷ്യരുടെ ഭയഭക്തി ബഹുമാനങ്ങളുടെ വിശുദ്ധ ആരവങ്ങൾക്ക് മധ്യേയാണ് അൾത്താരവേദിയിലേക്ക് കാർമികൻ ചുവടുവെച്ചെത്തുന്നത്. ദുർഘടപാതയിലൂടെ കാതങ്ങൾ കാൽനടയായി പിന്നിട്ടാണ് വൃദ്ധരടക്കമുള്ള ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ വിശുദ്ധ ബലിക്ക് എത്തിച്ചേരുന്നത്.
Mwini museo mabindaombe. ലത്തീൻ രീതിയിലുള്ള ദിവ്യബലിയാണ് ഇവിടെ അർപ്പിക്കപ്പെടുന്നത്. ദൈവത്തോടും അരികിലുള്ള സഹജനോടും ഐക്യപ്പെട്ട് മനമൊരുക്കി ഇവിടെ ബലി ആരംഭിക്കുകയായി. അനുരഞ്ജനം ഒരെളിമപ്പെടലാണ് എന്ന തിരിച്ചറിവുള്ളവരായി തന്നെയാണ് ഇവർ സ്വയം ചെറുതായവന്റെ കാൽവരി ബലിയുടെ പുനരവതരണത്തിനായി എത്തിയിരിക്കുന്നത്. പാട്ടും നൃത്തവുമെല്ലാം ഈ അനുരഞ്ജന ശുശ്രൂഷയിലുമുണ്ട്. പരിശുദ്ധിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ പരമോന്നതന് സ്തുതിയർപ്പിക്കുന്ന നിമിഷങ്ങൾ. ജീവിതത്തെ വിശുദ്ധ നന്മ കൊണ്ട് നിറയ്ക്കുന്നവൻ ഭൗമികമായ എന്തിനേക്കാളും ഉപരിയാണെന്ന് നാവുകൊണ്ട് ഏറ്റുപറയുകയാണ് ഇവർ. ഇവിടെയൊക്കെ ആണെങ്കിൽ കെനിയയുടെ ഒരു പ്രത്യേകതയായിട്ട് മൊത്തം, അത് ഇവിടുത്തെ മാത്രമല്ല കെനിയയുടെ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, കുർബാനയൊക്കെ കാണുമ്പോൾ എല്ലാവരും പങ്കെടുക്കുന്ന, കൈയടിച്ച് സന്തോഷമായി പാട്ടുപാടി അച്ഛൻ പറയുന്നത് 2 മണിക്കൂർ പ്രസംഗം പറഞ്ഞാലും ഒരു മനുഷ്യൻ പോലും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ഉറക്കം തൂങ്ങി വീഴുകയോ ഇവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഒന്നിലെ കുറിച്ചിട്ടും ആവലാതികളും ഇല്ലാതെ ദൈവം അറിയാതെ സംഭവിക്കില്ല എന്നുള്ള കാര്യത്തോടുകൂടി ജീവിക്കുന്നവരായിട്ടാണ് എനിക്കിവിടെ തോന്നിയിരിക്കുന്നത്. രക്ഷാദായകമായ തിരുവചനത്തെ സമ്പൂർണമായ ആദരവോടെ സമീപിക്കുന്ന വചന ശുശ്രൂഷയാണ് ഇനി. മുൾച്ചെടികളിൽ അഗ്നി പടർത്തുന്ന, മഹാനദിയെപ്പോലും പകുത്തുമാറ്റുന്ന, കൊടുങ്കാറ്റിനു മീതെ ശാന്തത വിതയ്ക്കുന്ന, സുഖപ്പെടുത്തുന്ന ജീവവചനത്തെ ആനവാതിലിൽ നിന്ന് നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അകമ്പടിയോടെ കൊണ്ടുവന്ന് വൈദികനെ ഏൽപ്പിക്കുന്നു. വൈദികൻ വിശുദ്ധ ഗ്രന്ഥം വായനാ സംഘത്തിന് കൈമാറുന്നു. ഇവിടുത്തെ ജനങ്ങൾ വളരെ പാവപ്പെട്ട ജനങ്ങളാണ്. അവർക്ക് സ്വന്തമായി നല്ല വീടില്ല, നല്ല വസ്ത്രമില്ല, ഭക്ഷണം തന്നെ അവർക്ക് അധികമില്ല. എങ്കിലും പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ കൊച്ചുകുട്ടി പോലും എന്തെങ്കിലും കാണിക്കയായിട്ട് അവരോട് സമർപ്പിക്കും. പിറ്റേ ദിവസം ചിലപ്പോൾ നമ്മുടെ അടുത്ത് സഹായത്തിനായിട്ട് അവർ വരാം. പക്ഷേ ദിവ്യബലിയിൽ അവർ ഓഫർട്രി ആയിട്ട്, കാണിക്കയായിട്ട് എന്തെങ്കിലും സമർപ്പിക്കും. നമുക്ക് വിധവയുടെ കാണിക്ക എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു ദിവസം ഇവിടുത്തെ കുർബാനയിൽ സംബന്ധിച്ചാൽ മതി. ഇവരുടെ കാഴ്ച സമർപ്പണം കണ്ടാൽ മതി. ഇവിടെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ആവശ്യമായ എല്ലാ സാധനങ്ങളും കുർബാന മധ്യേ അവർ കൊണ്ടുവരും. ടോയ്ലറ്റ് പേപ്പർ, നിങ്ങൾക്ക് ചിലപ്പോൾ രസം തോന്നിയിരിക്കാം, ടോയ്ലറ്റ് പേപ്പർ, ചൂല്, പഞ്ചസാര, അരി,
വിറക്, എല്ലാ സാധനങ്ങളും, മെഷീൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അച്ഛനെ വളർത്തുക എന്നുള്ളത് അവരുടെ ഒരു ജോലിയാണ്. അച്ഛന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് വേണ്ടി നമ്മൾ സംരംഭരായിരിക്കുമ്പോൾ അവർ നമ്മയും ഇഷ്ടപ്പെടുന്നു. വിധവയുടെ ചെമ്പ് നാണയങ്ങൾക്ക് മറ്റെന്തിനേക്കാളും വില നൽകിയ മഹാഗുരുവിൻ്റെ സന്നിധിയിൽ ഇവർ ജീവിതം കാഴ്ചയായി ഏകുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വികാരിജിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് കൊണ്ടുവന്ന് കൊടുക്കണമെന്നാണ് ഇവിടുത്തെ ബിഷപ്പ്മാർ ജനങ്ങളെ അനുശാസിച്ചിട്ടുള്ളത്. കുർബാനയ്ക്ക് കാഴ്ചപ്പിൻ്റെ സമയത്ത് അവർ നിത്യേന ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ആടുമാടുകൾ വരെ അവർ കാഴ്ചപ്പിനെ കൊണ്ടുവന്ന് വികാരിജിനെ സമർപ്പിക്കും. അത് തമ്പുരാനെ സമർപ്പിക്കുന്നു, അതിലൂടെ വികാരിജിന് കിട്ടും. അച്ഛൻ എന്തൊക്കെ വീട്ടിലേക്ക് ആവശ്യമുണ്ടോ, പള്ളിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ജനങ്ങൾ കൊണ്ടുവരുന്നതാണ്. അത് അച്ഛന് കൊടുക്കുന്നതായിട്ടല്ല, ദൈവത്തിന് കൊടുക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. എത്ര പാവപ്പെട്ടവനാണെങ്കിലും തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് കരിമ്പോ ധാന്യങ്ങളോ ആടുമാടുകളെയോ ഇവർ പ്രാർത്ഥനയുടെ നിറമനസ്സോടെ തമ്പുരാന് മുൻപിൽ അർപ്പിക്കുന്നു. ദൈവത്തിന് നൽകാനുള്ളത് നൽകിയാൽ ദൈവം നൽകുന്നത് ഇരട്ടിയാകും എന്നുള്ള പാഠം ഇവരിൽ നിന്ന് നാം പഠിക്കണം. ദിവ്യബലിയിൽ ഓശാനയുടെ ഒലിവിലകൾ മനസ്സുകൊണ്ടുയർത്തി സർവേശ്വനാമം പരിശുദ്ധമെന്ന് ഏറ്റുപാടി സെഹിയോൻ ഊട്ടുശാലയിലെ വിശുദ്ധ നിമിഷങ്ങളുടെ ഓർമ്മയിലേക്ക് പ്രവേശിക്കുകയാണ് ഇവരിപ്പോൾ. കാൽവരിയുടെ നിഴൽ വീണ മനസ്സിൽ മഹാസ്നേഹം നിറച്ച് ദൈവപുത്രൻ തന്നെ തന്നെ പകുത്തു നൽകി ഉരുവിട്ട വാക്കുകൾ കാർമ്മികൻ ആവർത്തിക്കുന്നു. തിരുഉത്ഥാനത്തിനു ശേഷം തീനാവുകളായി പറന്നിറങ്ങിയ പാവനാത്മാവ് ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും പറന്നിറങ്ങുന്ന ദൈവികമായ മഹാത്ഭുതത്തിനായി വൈദികൻ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ജീവനെ ജ്വലിപ്പിക്കുന്ന ആത്മശക്തിക്കായി ഇവരും ജീവിതത്തെ അൾത്താരയോട് ചേർത്തു നിർത്തുന്നു. നമ്മുടെ നാട്ടിൽ സമാധാനം കൈകൂപ്പിയാണ് നമ്മുടെ സംസ്കാരം അനുസരിച്ച്. ഇവിടെ വളരെ ആഘോഷമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്ക്, അപ്പച്ചനായാലും അമ്മച്ചിയായാലും മക്കളായാലും ചേച്ചിയായാലും ചേട്ടനായാലും എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് വളരെ ആഘോഷപൂർവ്വം സമാധാനം ആശംസിക്കുന്നു. കുർബാന ഒരു ആഘോഷമാക്കി തീർക്കുകയാണ് ഇവിടെ.
Uamiai Vitaniklavinda Ketania Indini Wamiai സമാധാനം നമ്മോടുകൂടെ എന്ന് ആശംസിക്കുന്ന ഉത്ഥിതന്റെ ശോഭിതമായ തിരുമുഖ ചൈതന്യം ഉള്ളിൽ നിറച്ച് പരസ്പരം സമാധാനം ആശംസിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഇവർ പരസ്പരം കരങ്ങൾ പ്രാർത്ഥനയോടെ പുണർന്നുകൊണ്ടാണ് സമാധാനം ആശംസിക്കുന്നത്. ഐക്യപ്പെടലിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയ അടയാളമാണ് ഈ ശുശ്രൂഷ. നമ്മൾ കുർബാന ചെല്ലുന്ന അവരുടെ ഭാഷയിൽ കിക്കാമ്പയിലാണ്. നമുക്ക് അവരുടെ ഭാഷയിൽ അവരുടേതായ പ്രൊനൗൺസിയേഷനിൽ കുർബാന ചെല്ലാൻ നമുക്ക് സാധിക്കില്ല. അവരുടെ അച്ഛന്മാർ കുർബാന ചെല്ലുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കുമെന്ന് തോന്നലൊക്കെ അവർക്ക് ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നിപ്പോയി. എങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നമ്മളുടെ പ്രവർത്തന ശൈലി, നമ്മുടെ കുർബാനയൊക്കെ അവർക്ക് വളരെയധികം സന്തോഷമാണ്. അവരെപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അൾത്താരയിൽ മുറിക്കപ്പെടുന്ന അപ്പം ലോകം മുഴുവനുമുള്ള സകല ജനത്തിനു വേണ്ടിയുമുള്ള രക്ഷയുടെ അച്ചാരമാണ്. മുറിക്കപ്പെടാനായി മഹാപ്രപഞ്ചത്തിലെ വലിയവൻ സ്വയം സമർപ്പിച്ച അൾത്താര മുൻപിൽ സജീവരായി ഇവർ ഒരുമിച്ചു ചേരുന്നു. ദേവാലയത്തിന് പുറത്തു വെറും കാഴ്ചക്കാരായി നിൽക്കുന്നവരല്ല ഇവർ. ബലിയുടെ പൂർണ്ണതയ്ക്കായി തങ്ങളും അർപ്പകനോടൊപ്പം ചേരണമെന്ന ബോധ്യം ഇവർക്കുണ്ട്. പരിശുദ്ധന്റെ തിരുമേനി ആരാധനയ്ക്കായി കരങ്ങളിലേന്തുന്ന കാർമ്മികൻ തന്റെ നിയോഗത്തിന്റെ നിർവൃതിയിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ അർത്ഥന കൊണ്ട് അലങ്കരിച്ച മാനസഗേഹങ്ങളിലേക്ക് ആഗതനാകുന്ന വിശുദ്ധ നിമിഷം. ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യത്തിൻ്റെ ആനന്ദത്തോടെ നാഥനെ ഇവർ ഉൾക്കൊള്ളുകയായി. പാട്ടും നൃത്തവും ചേരുന്ന ആനന്ദ ആരവങ്ങൾക്കിടയിലൂടെ ഇടയനായവൻ അജഗണത്തോട് ചേരുന്നു. ഇവിടെ കുർബാന ഒരു ആഘോഷമാണ്. നമ്മുടെ നാട്ടിൽ കടത്ത് കഴിക്കാനാണ് മിക്കവാറും ആൾക്കാരൊക്കെ പള്ളിയിലെത്താം. അല്ലെങ്കിൽ ഞായറാഴ്ച കഷ്ടി മുഷ്ടി പള്ളിയിലെത്തിയെന്നുള്ളൂ. ഇവിടെ ഒരു പക്ഷേ പള്ളിയിലോട്ട് വരുവാനും കുർബാനയിൽ പങ്കെടുക്കാനും ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമാണ്. കാരണം അതിൽ ഡാൻസ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ പഠനമുണ്ട്. സർവവുമേകിയവന് നന്ദി പറഞ്ഞ് ജീവിത പരിസരങ്ങളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് ഇവർ. അനുഗ്രഹം ഇനിയും ഒഴുകിയിറങ്ങണമെങ്കിൽ നന്ദി പറയലിൻ്റെ വലിയ ശീലം സ്വന്തമായി ഉണ്ടാകണമെന്ന് ഇവർക്കറിയാം. ബലിയുടെ വിശുദ്ധ നിമിഷങ്ങൾക്കൊടുവിൽ വൈദികൻ ആശീർവാദത്തിനായി കരമുയർത്തി നിൽക്കുമ്പോൾ ഇവർ കാണുന്നത് പാപത്തെയും മരണത്തെയും ജയിച്ച പരമപരിശുദ്ധനെയാണ്. പ്രധാനമായും 3 തരത്തിലുള്ള ബലിയർപ്പണമാണ് കെനിയൻ സമൂഹത്തിനുള്ളത്. ആഘോഷമായ കുർബാന, നന്ദി അർപ്പിക്കാൻ ഒരുക്കുന്ന വീട്ടുകുർബാന, വൈദികന്റെ സാന്നിധ്യമില്ലാതെ നടക്കുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷ. നമ്മുടെ നാട്ടിൽ ഒരു പള്ളിക്ക് ഒരച്ഛൻ അല്ലെങ്കിൽ 2 അച്ഛന്മാർ. ഇവിടെ നേരെ മറിച്ചാണ്. 20 പള്ളി, 25 പള്ളിയിൽ 30 പള്ളിക്ക് 2 അച്ഛന്മാർ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ പള്ളിയിലും ഞായറാഴ്ച ദിവസങ്ങളിൽ പോയിട്ട് നമുക്ക് കുർബാന ചെല്ലാനായിട്ട് സാധിക്കില്ല. 30 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും ഒരു ഇടവക. അതുകൊണ്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചയും അവിടുത്തെ കാറ്റക്കിസ്റ്റ് ഉദൈതി നടത്തും. അത് ഉദൈതി എന്ന് പറഞ്ഞാൽ
കുർബാന തന്നെ ഒരു ചൊല്ലും, കോൺസെക്രേഷൻ വേർഡ്സ് ഉണ്ടാവില്ല, ഡാൻസ്, പാട്ട്, കുർബാനയുടെ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. പിന്നെ കാറ്റഗിസ്റ്റ് ബൈബിൾ വ്യാഖ്യാനിക്കും. അങ്ങനെ മാസ് വിത്തൗട്ട് പ്രീസ്റ്റ്, അതായത് കാറ്റഗിസ്റ്റ് ആണ് കുർബാന ചൊല്ലുക. അങ്ങനെ അവർ ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും തിരിച്ചു പോകുന്നു. പക്ഷെ മാസത്തിൽ ഒരിക്കൽ അച്ഛൻ അവിടെ പോയിട്ട് അവർ ഞായറാഴ്ച കുർബാന ചൊല്ലും. ഇത് കൃഷിക്ക് കാവലാവാനും വിളവ് ലഭിക്കാനും മഴയ്ക്കായി പ്രാർത്ഥിച്ചു ലഭിച്ച അനുഗ്രഹത്തിന് ഒരു കുടുംബം പ്രതിനന്ദി അർപ്പിക്കുന്ന വീട്ടുകുർബാനയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ടതൊരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൻ്റെ മത്സരിച്ച് പള്ളി പൊളിക്കുക, പള്ളി പണിയുക, കോടികളുടെ പള്ളികൾ. ഞാൻ നേരത്തെ ആലോചിക്കായിരുന്നു ഞങ്ങളുടെ ഈ കെനിയയുടെ കാര്യം. ജനങ്ങൾ ചുമ്മാ മരത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാളിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ അവിടെയൊക്കെയാണ് കുർബാന ചെല്ലണത്. അവിടെ തന്നെയാണ് ഞങ്ങളൊക്കെ അർപ്പിക്കുന്നത്. പക്ഷെ ആ ജനങ്ങളുടെ ഒരു പ്രത്യേകത വലിയ കല്ലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്ന പള്ളികളെക്കാളും മനുഷ്യരിലാണ്. തങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന, തങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ മുഴുവൻ കാണാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ പള്ളികളിൽ പങ്കെടുക്കുന്ന സജീവത, ആ ഒരു പ്രത്യേകത വളരെയധികം പ്രത്യേകത തന്നെയാണ് ഇവിടെയുള്ളത്. ജനങ്ങൾ വളരെ മുഴുകിച്ചേർന്ന് തങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് കൈകൊട്ടി, പാട്ടുപാടി, ഡാൻസ് ചെയ്ത് സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ. നമ്മുടെ അവിടെ പങ്കെടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയണത്, പക്ഷെ ഇവിടെ ഒരു വളരെ വളരെ വ്യത്യാസമായിട്ടാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയുടെ മഴച്ചാറ്റൽ നനഞ്ഞ് തിരുവോസ്തി രൂപന് സ്നേഹത്തിൻ്റെ കുട പിടിച്ചു നൽകി ഭക്തി ബഹുമാനത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ ഇവിടെ ഇവർ ഒരുമിക്കുന്നു. വിരലിൽ എണ്ണാവുന്ന മിഷണറി വൈദികർ മാത്രമാണ് കെനിയയിലുള്ളത്. എന്നിരുന്നാലും ദിവ്യബലിക്കായി കാത്തിരിക്കുന്ന സമൂഹത്തിലേക്ക് ഈ മിഷണറി വൈദികർ ഏത് സഹനവും സഹിച്ചെത്തിച്ചേരുന്നു. മഴത്തുള്ളികൾ ഇവരുടെ മുഖത്തടയാളങ്ങൾ പതിപ്പിക്കുമ്പോഴും തിരുവോസ്തി രൂപനിൽ മാത്രം ശ്രദ്ധ നൽകി ഇവർ ഉറക്കെ പാടി സ്തുതിക്കുന്നു. ഇവർക്ക് ജീവിതം തന്നെയാണ് ബലി. അറിയാനും അറിഞ്ഞവനെ സ്നേഹിക്കാനും സ്നേഹിച്ചവനെ സ്വന്തമാക്കാനുമായി ഇവർ ഒന്നുചേരുന്നത് എത്ര ആനന്ദത്തോടെയും ആദരവോടെയുമാണ്. ഇവിടെ വലിയ ദേവാലയങ്ങളില്ല, പകരം വലിയ പങ്കുചേരലിന്റെ സജീവതയുണ്ട്. ബലിയർപ്പണം ഇവർക്കൊരു കടമ കഴിക്കലല്ല, ആത്മീയ പൂർണ്ണതയുടെ അനിവാര്യതയാണ്. ഓരോ നിമിഷത്തിലും ഒരു ബലി അർപ്പിക്കപ്പെടുന്ന നമ്മുടെ ഈ ലോകത്തിൽ ബലിയിൽ പങ്കുചേരാൻ എത്തുന്നവർ ഇവരുടെ തീഷ്ണത പകർത്തിയാൽ എത്ര വലിയ അത്ഭുതമാണ് നമ്മുടെ ഈ ലോകത്ത് നടക്കുക. തീഷ്ണമായ ഈ ബലിയർപ്പണങ്ങൾക്ക് ഇവർക്കിനിയും വേണ്ടത് അനേകം മിഷണറി വൈദികരുടെ സമർപ്പണമാണ്. ഒരു വൈദികന് മാത്രമേ ക്രിസ്തുവിന്റെ വിശുദ്ധ ദേഹത്തെ എടുത്തുയർത്തി പകുത്തു നൽകാനാവൂ. നിത്യപുരോഹിതനേശുവേ, വൈദികരെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ ജനതയുടെ ആത്മദാഹം അകറ്റുന്ന വിശുദ്ധ സമർപ്പണങ്ങൾ ഇനിയും ഉണ്ടാകാൻ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ദേവാലയമുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ നാം കണ്ട ഈ എളിയവരുടെ മിഴികളിലെ ഭക്തിയുടെ തീവ്രത നമുക്ക് മറക്കാതിരിക്കാം.